ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ലഷ്കർ-ഇ തൈബ ഭീകരനെ വധിച്ചു. മേഖലയിൽ 2 ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് സംശയം. കെ സി ഉണ്ണികൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഉണ്ണി, ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണോ? തീർച്ചയായും 2 ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു ലഷ്കർ-ഇ തൊയ്ബ ഭീകരനെ സൈന്യം വധിച്ചു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ശക്തമായ സുരക്ഷയെല്ലാം തന്നെ സൈന്യം അവിടെ ഒരുക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്, അതിർത്തി മേഖലയിലടക്കം. കൂടാതെ ഈ തിരച്ചിലടക്കം കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലേക്ക് കടന്നിരുന്നു. ആ രീതിയിൽ തെരച്ചിൽ തുടരുന്നൊരു ഘട്ടത്തിലാണ് ഒരു ലഷ്കർ-ഇ തൊയ്ബ ഭീകരനെ വധിച്ചത്. എന്തായാലും 2 ഭീകരർ സൈന്യത്തിന് വലയിലുണ്ട് എന്നതാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ആ രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സിൻപദർ കെല്ലർ പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിലാണ് ഈ സൈന്യം ഭീകരനെ വധിച്ചത്. സുരക്ഷാ സേനയുടെ വലയിലകപ്പെട്ട ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ ഈ പകൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെ അവരെ പിടികൂടുന്നതിനായി സുരക്ഷാ ഏജൻസികൾ പോസ്റ്ററുകളടക്കം സ്ഥാപിച്ചിരുന്നു. തൊട്ട് പിന്നാലെയാണ് ഈ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഈ വിശ്വസനീയമായ വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഉണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഈ പോസ്റ്ററുകളടക്കം പതിച്ചതിന് പിന്നാലെ ഒരു ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. കൂടാതെ ഈ ഭീകരരുമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് വരുന്നത്. എന്തായാലും ഒരു ലഷ്കർ-ഇ തൊയ്ബ ഭീകരനെ വധിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. കാളിദാസ്. ശരി, കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാനയിലാണ് സുരക്ഷാ സേനയും ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ സൈന്യം ഒരു ലഷ്കർ-ഇ തൊയ്ബ ഭീകരനെ വധിച്ചത്. ഒപ്പം 2 ഭീകരർക്കായി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്.